മറിയാവുന്ന കടുത്ത മത്സരമാണ് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ നടക്കുന്നതെന്ന് മാതൃഭൂമി ന്യൂസ് കോർ പോൾ ട്രെൻഡ് സർവേ പ്രവചിക്കുന്നു. 140 മണ്ഡലങ്ങളിൽ 66 മുതൽ 78 വരെ സീറ്റുകളിൽ LDF-നും 62 മുതൽ 72 വരെ സീറ്റുകളിൽ UDF-നും സാധ്യത. കേരളം ആര് ഭരിക്കുമെന്ന് കടുത്ത മത്സരം നടക്കുന്ന 12 മണ്ഡലങ്ങൾ തീരുമാനിക്കുമെന്നാണ് സർവേ നൽകുന്ന സൂചന. ബലാബലം നടക്കുന്ന കഴക്കൂട്ടത്തും നേമത്തും BJP-ക്ക് നേരിയ സാധ്യത കൂടി സർവേ പ്രവചിക്കുന്നു. ഫൈനൽ ടാലി ഓൺ സ്ക്രീൻ. LDF 66, UDF 62, NDF 0, ടൈറ്റ് ഫൈറ്റ് 12. ആർക്കും കേവല ഭൂരിപക്ഷമില്ല. പക്ഷേ UDF-നേക്കാൾ 4 സീറ്റിന്റെ അഡ്വാൻറ്റേജ് LDF-ന്. കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ബലാബലത്തിലേക്ക് നീങ്ങുന്നുവെന്നാണ് പോൾ ട്രെൻഡ് സർവേ പ്രവചിക്കുന്നത്. 66 സീറ്റുകളിൽ ഇടതിന് വ്യക്തമായ മുൻതൂക്കം, 62 UDF-ന്. ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന 12 സീറ്റുകൾ എങ്ങോട്ട് മാറി മറിയും എന്നതിനനുസരിച്ച് ഭരണം ആർക്കെന്നറിയാം. LDF-ന് എത്ര സീറ്റ് വരെ, UDF-ന് എത്ര സീറ്റ് വരെ, NDA-ക്ക് എത്ര സീറ്റ് വരെ, അതുകൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. LDF-ന് പരമാവധി എത്ര സീറ്റുകൾ കിട്ടാം, UDF-ന് പരമാവധി എത്ര സീറ്റുകൾ കിട്ടാം, NDA-ക്ക് പരമാവധി എത്ര സീറ്റുകൾ കിട്ടാം. 66 മുതൽ 78 സീറ്റുകൾ വരെ LDF-ന് കിട്ടാം. 62 മുതൽ 72 വരെ സീറ്റുകൾ UDF-ന് കിട്ടാം. LDF മുന്നിലാണെങ്കിലും 20 മുതൽ 30 വരെ സിറ്റിംഗ് സീറ്റുകൾ കൈവിട്ടു പോകാനുള്ള സാധ്യത സർവേ കണക്കുകൂട്ടുന്നു. UDF-ന് നേട്ടം 14 മുതൽ 24 സീറ്റുകൾ വരെ. LDF-ന് 32 സീറ്റ് നഷ്ടമാവുന്നു. 66 വെച്ച് നോക്കുമ്പോൾ 32, അതായത് 98-ൽ നിന്ന് 32 സീറ്റുകൾ നഷ്ടമായി 66 സീറ്റുകളിലാണ് നിലവിൽ സാധ്യതയുള്ളത്. 20 സീറ്റുകൾ UDF അധികമായി പിടിക്കുന്നുണ്ട്. 42 സീറ്റ് വരെ നഷ്ടപ്പെട്ടേക്കാം. കഴക്കൂട്ടത്തും നേമത്തും ടൈറ്റ് ഫൈറ്റ് നടക്കുന്നത് BJP-ക്കും പ്രതീക്ഷയാണ്. നേമം ഓൺ സ്ക്രീൻ. ഇനി നമുക്ക് ആകാംക്ഷ പിടിച്ചു വെക്കാൻ കഴിയില്ല. ബലാബലം ആരൊക്കെ തമ്മിൽ? രാജു ചന്ദ്രശേഖറും V ശിവൻകുട്ടിയും തമ്മിൽ ബലാബലമാണ്. ആര് ജയിക്കും എന്ന് പ്രൊജക്ട് ചെയ്യുന്നില്ല. വട്ടിയൂർക്കാവിലും ബലാബലം തന്നെയാണ് മത്സരം. പക്ഷേ VK പ്രശാന്തും K മുരളീധരനും തമ്മിൽ. വട്ടിയൂർക്കാവിൽ എന്ത് വരട്ടെ സ്ക്രീനിൽ? ആരാണ് മുന്നിൽ? അവിടെയും ബലാബലം. ടൈറ്റ് ഫൈറ്റ് ആരൊക്കെ തമ്മിൽ? VK പ്രശാന്തും K മുരളീധരനും തമ്മിൽ ടൈറ്റ് ഫൈറ്റ്. 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു NDA. സസ്പെൻസ് പോരാട്ടം നടക്കുന്ന പേരാവൂരും തൃത്താലയിലും ടൈറ്റ് ഫൈറ്റ് തന്നെ. നേരിയ വ്യത്യാസത്തിന് പിന്നിൽ ശൈലജ ടീച്ചറും മന്ത്രി MP രാജേഷും. പേരാവൂരിൽ ആര് വരട്ടെ സ്ക്രീനിൽ? ബലാബലം. ടൈറ്റ് ഫൈറ്റ്. അവിടെയും സണ്ണി ജോസഫിനാണ്. ആ മണ്ഡലത്തിന്റെ സ്വഭാവമാണോ സണ്ണി ജോസഫിനെ മുന്നിലെത്തിക്കുന്നത്? വരട്ടെ സ്ക്രീനിൽ തൃത്താലയിൽ അവിടെയും ടൈറ്റ് ഫൈറ്റ്. ഈ റൗണ്ടിൽ ബലാബലങ്ങളുടെ ഘോഷയാത്രയാണ്. തൃത്താലയിൽ ആര് ജയിക്കുമെന്ന് പ്രൊജക്ട് ചെയ്യാൻ കോർ തയ്യാറാവില്ല. നെയ്യാറ്റിൻകരയും ചങ്ങനാശ്ശേരിയുമാണ് ബലാബലം നടക്കുന്ന അവസാന 2 മണ്ഡലങ്ങൾ. നെയ്യാറ്റിൻകരയുടെ ചിത്രം വരട്ടെ സ്ക്രീനിൽ. അവിടെ അല്പം മുന്നിൽ ശക്തനാണ്. അല്പം മുന്നിൽ എന്ന വാക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്ന് തോന്നില്ല. പാലക്കാട്ട് ശോഭാ സുരേന്ദ്രന്മേൽ ചെറുതെങ്കിലും വ്യക്തമായ ആധിപത്യം രമേശ് പിഷാരടിക്കുണ്ടെന്ന് സർവേ കണക്കുകൂട്ടുന്നു. പാലക്കാട് ഓൺ സ്ക്രീൻ. രമേശ് പിഷാരടിക്കാണ് അഡ്വാൻറ്റേജ്. 39.47. ശോഭാ സുരേന്ദ്രൻ 35.79 തൊട്ടു പിന്നിൽ 24.74 NMR റസാഖിന് ഉള്ളത്. പാലക്കാട് അഡ്വാൻറ്റേജ് രമേശ് പിഷാരടി. ഇടതുപാളയം വിട്ട BJP സ്ഥാനാർത്ഥിയായ CC മുകുന്ദൻ നാട്ടികയിൽ കാര്യമായ ചലനമുണ്ടാക്കില്ല. ഗീതാ ഗോപിക്ക് വൻ ഭൂരിപക്ഷം കിട്ടുമെന്നാണ് കണക്ക്. ആലത്തൂരും പയ്യന്നൂരും ഇടതിന് വൻ ഭൂരിപക്ഷം ലഭിക്കുമെന്ന പ്രവചനം. പാലായിൽ ഇത്തവണയും ജോസ് കെ മാണിക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ല. ബാക്കി കാര്യങ്ങളിലേക്ക് സംസാരിക്കാം. മാണി സി കാപ്പൻ 41.01. ഇത്തവണയും ജോസ് കെ മാണി രണ്ടാമതെത്തും എന്നുള്ളതാണ് നിലവിലെ ട്രെൻഡ്. 37.82 മാത്രം. 21.17 ഷോൺ ജോർജ്. കൊല്ലം ബിന്ദു കൃഷ്ണയും കുറ്റ്യാടി പാറക്കൽ അബ്ദുള്ളയും ഇടതിൽ നിന്ന് പിടിച്ചെടുക്കും. പറവൂരിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഹരിപ്പാട് ചെന്നിത്തല, പുതുപ്പള്ളിയിൽ ചാണ്ടിയുമ്മൻ, മലപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടി, കുണ്ടറയിൽ PC വിഷ്ണുനാഥ്, തൊടുപുഴയിൽ അബു ജോൺ ജോസഫ്, എറണാകുളവും മഞ്ചേരിയും UDF-നൊപ്പം. ഹരിപ്പാട്ട് എന്ത് സംഭവിക്കുന്നു? രമേശ് ചെന്നിത്തല തന്നെ 45.57. LDF-ന് 37.24, NDA-ക്ക് 16.19, 9.33 കംഫർട്ടബിൾ ലീഡ് രമേശ് ചെന്നിത്തലയ്ക്ക്. കളമശ്ശേരിയിൽ മന്ത്രി P രാജീവിനും ബേപ്പൂരിൽ മന്ത്രി മുഹമ്മദ് റിയാസിനും ഏറ്റുമാനൂരിൽ EN വാസവനും വെല്ലുവിളികളില്ല. റിയാസ് തന്നെ 47.37.
38.02 9.35% വ്യത്യാസത്തിൽ അവിടെ മുഹമ്മദ് റിയാസ് മുന്നിലാണ്. കൊടുങ്ങല്ലൂർ, അഴീക്കോട്, കൊയിലാണ്ടി, വടക്കാഞ്ചേരി, ആലപ്പുഴ, പുതുക്കാട്, തിരുവമ്പാടി, കാഞ്ഞങ്ങാട്, പൊന്നാനി, ഷൊർണൂർ, പയ്യന്നൂർ എന്നീ മണ്ഡലങ്ങളും LDF നിലനിർത്തും. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.